ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, കുലീനനായൊരു മനുഷ്യൻ അദ്ദേഹം പരദേശത്തേക്ക് പോവുകയാണ്. അദ്ദേഹം 10 ദാസന്മാരെ തൻ്റെ അരികിലേക്ക് വിളിച്ചിട്ട് ഓരോരുത്തന് ഓരോ റാത്ത് വെള്ളി പണം നൽകുകയാണ്. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒന്നാമത്തവൻ തുടങ്ങി തൻ്റെ അരികിലേക്ക് വരികയാണ്. ഒന്നാമൻ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, യജമാനനെ, നീ തന്ന ആ ഒരു റാത്തലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വ്യാപാരം ചെയ്തിട്ട് 10 കൂടി നേടിയിരിക്കുകയാണ്. അവൻ യജമാനൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. രണ്ടാമനും വന്നു, അതുപോലെ തന്നെ പറഞ്ഞു, ഞാൻ 5 കൂടി നേടിയിരിക്കുകയാണ്. മൂന്നാമതൊരുത്തൻ വന്നിട്ട് പറയുകയാണ്, നീ തന്ന ഈ വെള്ളിപ്പണം ഇതാ, ഈ റാത്തൽ ഇതാ, ഞാനത് ഒരു ഉറുമാലിൽ കെട്ടി ഞാൻ എത്രയും നാളും അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മടിയനായ, ദുഷ്ടനായ, നീചനായ ഒരു ദാസന്റെ ചിത്രമാണ്. അവൻ വ്യാപാരം ചെയ്തില്ല, അവൻ അധ്വാനിച്ചില്ല. ശ്രദ്ധിക്കണം, അവൻ ഒരു ഉറുമാലിൽ കെട്ടി. ഉറുമാൽ എന്ന വാക്കിന് ടവൽ, തൂവാല എന്നൊക്കെയാണ് അർത്ഥം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും നാം ഉത്തരവാദിത്വ ബോധത്തോടെ കർമ്മനിരതരായി പ്രവർത്തിക്കുന്നവൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രതീകമല്ലേ ഈ ടവൽ എന്ന് പറയുന്നത്? വിയർപ്പ് തുടയ്ക്കാനുള്ളതാ. പക്ഷേ ഈ മനുഷ്യൻ ആ വിയർപ്പ് തുടയ്ക്കാനുള്ള ആ ടവൽ പോലും ഈ റാത്തൽ പൊതിയാൻ ഉപയോഗിച്ചപ്പോൾ നോക്കൂ, അവൻ അധ്വാനിക്കാൻ മനസ്സില്ല, അവൻ മടിയനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിറപടിയായി നിവർത്തിപ്പാൻ, അധ്വാനിപ്പാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയണം. അരുമനാഥൻ വരാറായി, കണക്ക് തീർക്കുന്ന നാൾ സമാഗതമായി. അവിടുത്തെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്.